അപ്പം നമുക്ക് ഇതിലേക്ക് പോവാം, മെഡിറ്റേഷനിലേക്ക് പോവാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്ത് നോക്കിയാലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാലുള്ള പ്രോഗ്രസ് നമുക്ക് കിട്ടുള്ളൂ. കാര്യം നമ്മളിത് സാധാരണഗതിയിൽ ഒരു 10 ദിവസത്തെ ക്യാമ്പിൽ എങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ നമുക്കിപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീണ് കിട്ടുന്ന കുറച്ച് സമയങ്ങൾ കൊണ്ട് നമുക്ക് അതിനെ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് എല്ലാ ദിവസവും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇപ്പം ക്യാമ്പിലാണ് ഒരു 3 ദിവസം കൊണ്ട് കിട്ടുന്ന ആ ഒരു ചേഞ്ച് നമുക്ക് ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ എങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് കുഴപ്പമില്ല. നമ്മൾ നേരത്തെ ക്ലാസ്സുകളെല്ലാം നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും പഴയ ക്ലാസ്സുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മൾ മെഡിറ്റേഷനിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ആനപാനസതി തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ആനപാനസതി കുറച്ചും കൂടെ നമ്മളൊന്ന് മുമ്പോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനൊരു ഗോങ് അടിക്കും. നമ്മൾ അതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമുക്ക് നമ്മുടെ മെഡിറ്റേഷൻ നമുക്കൊന്ന് ചെയ്യാം. അപ്പം എല്ലാവരും ആദ്യം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഷോൾഡറിൽ എന്തെങ്കിലുമൊക്കെ ടൈറ്റ്നെസ് ഉണ്ടെങ്കിൽ, ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ, ഒരു പിടുത്തം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കൈകളെയും ഷോൾഡറിനെയും ഒക്കെ ഒന്ന് ഫ്രീ ആക്കുക. ശരീരത്തിലുള്ള എല്ലാ പോയിന്റുകളെയും ഒന്ന് ഫ്രീ ആക്കുക. അതിനുശേഷം കണ്ണുകൾ വളരെ സാവധാനം അടയ്ക്കുക. ബലം പിടിച്ചടയ്ക്കേണ്ട കാര്യമില്ല. അടച്ചു കഴിഞ്ഞതിന് ശേഷം, കാരണം എവിടെയെങ്കിലും നമ്മുടെ ശരീരത്തിൽ ബലം പിടുത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അവിടേക്ക് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ശരീരത്തിനെ എല്ലാ സ്ഥലത്തും നമ്മളൊന്ന് ആ ബലം പിടുത്തത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളിൽ നിന്ന് മനസ്സ് ഫ്രീ ആയി. കണ്ണും കൂടെ ഒന്ന് അടച്ചിട്ട് ഞാനിവിടെ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ തുടങ്ങുക. ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരാം. അതനുസരിച്ച് ഫോളോ ചെയ്യുക. ഇനി ദീർഘമായിട്ട് ഒരു 2-3 തവണ ശ്വാസം ഒന്ന് എടുത്ത് വിടുക. അതിനുശേഷം നമ്മുടെ മൂക്കിൻ്റെ അറ്റത്തേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. ശ്വാസത്തിൻ്റെ പ്രക്രിയയെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. ശ്വാസത്തിനെ നമ്മളായിട്ട് ഫോഴ്സ് കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അറ്റൻഷൻ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ശ്വാസത്തിനെ നമ്മുടെ അറ്റൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ആലംബമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപാധിയാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശ്വാസത്തിനെ നമ്മളായിട്ട് ഒരു രീതിയിലും ക്രമീകരിക്കേണ്ടതോ അതിനെ മാറ്റുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ശരീരത്തിൽ ഒരു പ്രക്രിയ വേണം ഫോക്കസ് ചെയ്യാൻ. അതിനെ നമ്മൾ ശ്വാസമായിട്ട് എടുക്കുന്നു. അപ്പൊ ശ്വാസത്തിൻ്റെ അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസം, അതിനുശേഷം ചെറിയൊരു പോസ്, പിന്നെ പുറത്തേക്ക് പോകുന്ന ശ്വാസം, അതിനുശേഷം ഒരു പോസ്. അങ്ങനെയാണ് ശ്വാസം പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തിന് ചെറിയൊരു തണുപ്പുണ്ടാവും, പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് ചെറിയൊരു ചൂടുണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
അതുപോലെ അകത്തേക്ക് പോകുന്ന ശ്വാസം നമ്മുടെ മൂക്കിൽ കൂടെ തട്ടി അകത്തേക്ക് പോകുന്നത് നമുക്ക് അതിന്റെ സ്പർശനം നമുക്ക് മനസ്സിലാകും. തിരിച്ചു പോകുന്ന ശ്വാസവും നമ്മുടെ മൂക്കിലൂടെ തട്ടി പുറത്തേക്ക് വരുന്നു, അതിന്റെ സ്പർശനം നമുക്ക് മനസ്സിലാവും. അതുപോലെ ചെറിയൊരു ശബ്ദം, വളരെ നേർത്ത ശബ്ദം ശ്രദ്ധിച്ചാൽ നമ്മുടെ ശ്രദ്ധ കൂടി വരുമ്പോൾ നമുക്കത് കിട്ടും. നമ്മുടെ ശബ്ദം, ശ്വാസത്തിന്റെ ചെറിയൊരു സീൽക്കാര ശബ്ദം ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള അതിന്റെ അംശങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറയുന്ന 3-4 വിവിധ ആസ്പെക്റ്റുകൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ശ്വാസം ചിലപ്പോൾ അത് നമ്മുടെ മേൽചുണ്ടിന് മുകളിലുള്ള ആ ഒരു ചെറിയ ഒരു സ്ഥലത്ത് ചിലപ്പോൾ അത് തട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ ഈ പറയുന്ന ജാഗ്രത അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ കൂടി വരുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും. ഇതിനിടയ്ക്ക് നമ്മുടെ ചിന്തകൾ പല വഴിക്ക് പോകും. അത് സാരമില്ല, നമ്മൾ തിരിച്ച് പതുക്കെ അത് ഇറിറ്റേറ്റഡ് ആവാതെ നമ്മുടെ ശ്വാസത്തിലേക്ക് തന്നെ അറ്റൻഷൻ തിരിച്ചു കൊണ്ടുവരിക. നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ചില ചിന്തകൾ വരാം, ഇഷ്ടക്കേടുള്ള ചില ചിന്തകൾ വരാം. ആ ഇഷ്ടത്തിന്റെ ഇഷ്ടക്കേടിന്റെയും പുറകെ കുറെ നേരം നമ്മൾ അറിയാതെ ചിലപ്പോൾ പോയി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്ന മൊമെന്റിൽ വീണ്ടും നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇതിനെ നമ്മൾ ആനപാനസതി എന്നാണ് പറയുന്നത്. അതായത് ശ്വാസ ഉച്ഛ്വാസത്തെ ഉള്ള ശ്രദ്ധ. ആനൻ അപാനനെ നമ്മൾ ശ്രദ്ധിക്കുന്നു. സതി എന്ന് പറഞ്ഞാൽ പാലി ഭാഷയിൽ ശ്രദ്ധിക്കുക എന്നർത്ഥം. ഇതല്ല ശരിക്കും ബുദ്ധന്റെ മെഡിറ്റേഷന്റെ പൂർണ്ണ രൂപം. ഇത് അതിന്റെ തുടക്കം മാത്രമാണ്. മനസ്സിനെ ഒന്ന് സമാവസ്ഥയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമാണ് ഇത് ആനപാനസതി. മനസ്സൊന്ന് ഒതുങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരിയായ നിരീക്ഷണത്തിലേക്കും മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ പഠനത്തിലേക്കും നമുക്ക് പോവേണ്ടത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. ഉറക്കമോ ക്ഷീണമോ ഒക്കെ തോന്നുന്ന അവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി പോകാൻ സാധ്യതയുണ്ട്. അതും നമ്മുടെ ഈ പറയുന്ന
കോൺസെൻട്രേഷനെ ബാധിക്കുന്ന മറ്റൊരു തടസ്സമാണ്. നമ്മൾ അതിനെ മനസ്സിലാക്കി പിന്നെ നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. മറ്റെന്തെങ്കിലും ശബ്ദങ്ങളോ എന്തെങ്കിലും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിനെ പിന്നെയും തിരിച്ചു പിടിവിച്ച് ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ശ്വാസത്തിൻ്റെ സ്പീഡ്, ശ്വാസത്തിൻ്റെ ചൂട്, തണുപ്പ്, അതിൻ്റെ ഗതി വിഗതികൾ, അതിൻ്റെ ശബ്ദം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ചെയ്യുന്നത് എന്താണെന്നൊക്കെയുള്ള ചില ഡൗട്ടുകൾ മനസ്സിൽ തോന്നാം. ആ ഡൗട്ടുകളെയൊക്കെ നമുക്ക് കാലക്രമത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ശ്വാസത്തിലേക്ക് തന്നെ തിരിച്ച് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഒരു മൂക്കിലൂടെ മാത്രമേ ശ്വാസം പോകുന്നുള്ളായിരിക്കും. അങ്ങനെയെങ്കിലും അതിനെപ്പറ്റി അറിയേണ്ട. നമുക്ക് ശ്വാസം നന്നാക്കി എടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശം, മറിച്ച് ശ്വാസം എന്ന പ്രക്രിയയിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. നമ്മുടെ മനസ്സൊന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനെ ഒരു സമാധിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ട കാര്യമാണ്. അത് പതുക്കെ പതുക്കെ മാത്രമേ നമുക്ക് അതിനെ പരിധിയിലേക്ക് ആക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ അകത്തൂടെ തട്ടി അകത്തേക്ക് പോകുന്നത് ആ സ്പർശനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുറത്തേക്ക് വരുമ്പോഴും അതുപോലെ ആ സ്പർശനം മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ചൂട് തണുപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ ഷോൾഡറിലൊക്കെ എന്തെങ്കിലും
ടൈറ്റ്നെസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്രീ ആയിരിക്കണം. ഇനി സാവധാനം നിങ്ങളുടെ ശ്രദ്ധ കാൽവെള്ളകളിലേക്ക് ഒന്ന് മാറ്റുക. 2 കാൽവെള്ളകളിലേക്ക്. അവിടെ എന്തെങ്കിലും ചെറിയ തരിപ്പുകളോ ചെറിയ എന്തെങ്കിലും തണുപ്പോ ചൂടോ പ്രകമ്പനങ്ങളോ എന്തെങ്കിലും മരവിപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ കാലിനൊരു തണുപ്പ് തോന്നാം, ചിലപ്പോൾ ചെറിയൊരു ചൂട് തോന്നാം, അല്ലെങ്കിൽ കാലിൻ്റെ ഉള്ളംകാൽ ഇങ്ങനെ കിടന്ന് തരിക്കുന്നത് പോലെ തോന്നാം. ഇനി തിരിച്ച് മൂക്കിലേക്ക് തന്നെ, ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരിക. പഴയതുപോലെ ആനപാനസതി ചെയ്യുക. ചിന്തകളിലേക്ക് പോയാലും മനസ്സിനെ തിരിച്ച് പിന്നെയും ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. മേൽചുണ്ടിൻ്റെ മുകളിൽ ശ്വാസം തട്ടുന്നത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അത് ശ്വാസം കോൺസെൻട്രേഷൻ കൂടിക്കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം തട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട.
ഇനി നിങ്ങളുടെ ശ്രദ്ധ പതുക്കെ കൈയുടെ വെള്ളകളിലേക്ക് കൊണ്ടുവരിക. കൈവെള്ള വിരലുകളടക്കം കൈവെള്ളയുടെ ഉൾഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെയും എന്തെങ്കിലും തരിപ്പോ എന്തെങ്കിലും വൈബ്രേഷൻസോ ചൂടോ തണുപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓരോ വിരലുകളും പ്രത്യേകമായിട്ട് നിരീക്ഷിച്ച് നോക്കുക. പിന്നെ കൈവെള്ള ആകമാനം ശ്രദ്ധിക്കുക. ഈ കൈവെള്ളയും കാൽവെള്ളയുമാണ് നമ്മുടെ ശരീരത്തിന്റെ അഗ്രഭാഗങ്ങൾ, എക്സ്ട്രീമിറ്റീസ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിലുള്ള സെൻസേഷൻസ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് കൈവെള്ളയിലും കാൽവെള്ളയിലുമാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവിടെ കൂടെ ശ്രദ്ധിക്കുന്നത്. തിരിച്ച് നമ്മുടെ ശ്രദ്ധ ആനപാനസതിയിലേക്ക് തന്നെ കൊണ്ടുവരിക. ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഭൂതകാലത്തെ കുറിച്ചുള്ള ചിന്തകളൊക്കെ മാറി മാറി മനസ്സിൽ വരാം. അതിൽ നിന്നൊക്കെ വെടിവെച്ച് പ്രസന്റ് മൊമെന്റിലേക്ക്, നമ്മുടെ ശ്വാസത്തിലേക്ക് വരിക. മനസ്സിനെ പ്രസന്റ് മൊമെന്റിൽ നിലനിർത്താൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പിടിവള്ളിയാണ് നമ്മുടെ ശ്വാസം. കണ്ണിൻ്റെ അകത്തൊക്കെ ചില പ്രകാശങ്ങളും അതും ഇതൊക്കെ തോന്നാം. അതൊക്കെ വെറും ബ്രെയിനിൻ്റെ കുറച്ച് ചേഞ്ചസ് മാത്രമാണ്. അതിനെപ്പറ്റി ഒന്നും പറയേണ്ട. നമ്മുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം. അതിൻ്റെ വിവിധങ്ങളായ ആസ്പെക്റ്റുകളിൽ മാത്രം ശ്രദ്ധിക്കുക.
ഇനി കാൽവെള്ളകളിലേക്ക് ഒന്നുകൂടി ഒന്ന് പോവുക. കാൽവെള്ളകൾ നേരത്തെ ശ്രദ്ധിച്ചതുപോലെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും തരിപ്പുകളോ എന്തെങ്കിലും സെൻസേഷൻസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇടയ്ക്ക് നമുക്കറിയാതെ ദീർഘശ്വാസമൊക്കെ വരും. അതിനുശേഷം ശ്വാസം പിന്നെയും കുറച്ചും കൂടെ നേർത്തതാവും. കാൽവളയിൽ നിന്ന് ശ്വാസത്തിലേക്ക് തിരിച്ചു വരിക. ഇനി കൈവെള്ളകളിലേക്കൂടെ ഒന്നുകൂടെ പോവുക. കൈയുടെ വെള്ളകളിലേക്ക് ഒന്നുകൂടെ പോവുക. അവിടെയും എന്തെങ്കിലും രീതിയിലുള്ള സെൻസേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും ധരിപ്പുകളോ പ്രകമ്പനങ്ങളോ വൈബ്രേഷൻസോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക. തിരിച്ച് ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇനി ഒരേ സമയം കൈവെള്ളകളും കാൽവെള്ളകളും കൂടെ 4 അഗ്രഭാഗങ്ങളും കൂടെ ഒരേ സമയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കൂടെ നമ്മുടെ ശ്വാസവും. ഇനി തിരിച്ച് ശ്വാസത്തിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
നമ്മുടെ മൂക്കിൻ്റെ അറ്റത്ത് ആ നാസാദ്വാരങ്ങളുടെ അവിടെ ശ്വാസം കയറിപ്പോകുന്നത്, ഇറങ്ങിപ്പോകുന്നത്, സ്പർശിക്കുന്നത്, അതിൻ്റെ ചൂട്, അതിൻ്റെ തണുപ്പ്, അതിൻ്റെ ശബ്ദം. ഇനി ബെല്ലടിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുറക്കാം. ഇനി മുഖം ഒന്ന് 2 കൈ കൊണ്ടൊന്ന് ചൂടാക്കിയിട്ട് മുഖത്തൊന്ന് തടവി കണ്ണു തുറന്ന് മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് തടവിയിട്ട് തിരിച്ചു വരിക. ഇന്ന് നമ്മൾ ശ്വാസത്തിന് പുറമെ നമ്മുടെ ശരീരത്തിൻ്റെ എക്സ്ട്രിമിറ്റീസ്, അഗ്രഭാഗങ്ങളിലേക്കൂടെ നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും സെൻസേഷൻസ് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഈ കോൺസെൻട്രേഷൻ കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടിത്തുടങ്ങും. അതിനുശേഷം ശരീരം മൊത്തത്തോടെ തന്നെ പ്രകമ്പനം ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടിത്തുടങ്ങും. അപ്പോൾ ആദ്യം കിട്ടുന്നത് കൈവെള്ളയിലും കാൽവെള്ളയിലും ആയിരിക്കും. പക്ഷെ അതിനുശേഷം ശരീരം മൊത്തത്തോടു കൂടി തന്നെ നമ്മുടെ സെൻസേഷൻസ് കിട്ടിത്തുടങ്ങും. അങ്ങനെ നമ്മുടെ ശരീരം മൊത്തത്തോടു കൂടി തന്നെ പ്രകമ്പനം ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോഴാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ആവശ്യത്തിനുള്ള ഒരു കോൺസെൻട്രേഷൻ ആയി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതിനാണ് നമ്മൾ ഉപകാര സമാധി എന്ന് പറയുന്നത്. ആ ഉപകാര സമാധിയാണ് നമുക്ക് പിന്നീട് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അതിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ആ നിരീക്ഷണത്തിലാണ് യഥാർത്ഥത്തിലുള്ള അറിവ് അല്ലെങ്കിൽ ഉൾക്കാഴ്ച കിടക്കുന്നത്. അപ്പം നമുക്ക് പതുക്കെ മനസ്സിനെ ആദ്യം ഒന്ന് ഒതുക്കുക, ഒന്ന് റെഡിയാക്കുക, അതിനുശേഷം നിരീക്ഷണം. അപ്പം മനസ്സിനെ ഒതുക്കുന്ന, ഒന്ന് പരുവപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമാണ് ഈ സമാധി എന്ന് പറയുന്നത്. അതാണിപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. നേരത്തെ ക്ലാസ്സിൽ തിയറി പഠിച്ചപ്പോൾ അത് പറഞ്ഞാണെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് ഞാൻ അതുകൂടി അടുത്ത ക്ലാസ്സിൽ പറയും. അങ്ങനെയാണ് നമ്മൾ പിന്നെ പ്രോഗ്രസ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊസീഡ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് ആ ഒരു വൺസ് നമുക്ക് ആ ഉൾക്കാഴ്ച നമ്മുടെ പ്രകൃതം കൃത്യമായിട്ട് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അത് വെച്ച് നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. പിന്നെ നമ്മുടെ ആവശ്യമില്ല. സൈക്കിൾ കയറ്റം പഠിക്കുന്ന പോലെ സൈക്കിൾ ബാലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറകെ തള്ളിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പിന്നെ അവർക്കങ്ങ് മുമ്പോട്ട് പോകാം. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബുദ്ധൻ്റെ ഭിക്ഷുക്കൾ ആൾക്കാരെ പഠിപ്പിക്കുകയും അവരെ സ്വയം പ്രാപ്തരാക്കി മുമ്പോട്ടേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഒരു
ഓൺലൈൻ വേർഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമ്മളെ കൊണ്ടാവുന്ന നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ പുനഃസൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മളിപ്പോൾ. ഇനി ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ ഡൗട്ടോ അവരുടെ എന്തെങ്കിലും എക്സ്പീരിയൻസസോ പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 കാര്യങ്ങളുണ്ട് നമ്മളെ ഇതിനകത്തു നിന്ന് തടസ്സപ്പെടുത്താൻ. ഒന്ന്, എന്തെങ്കിലും ഇഷ്ടമുള്ള ചിന്തകൾ വരും, അനിഷ്ടമുള്ള ചിന്തകൾ വരും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ അനിഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചുറ്റും സംഭവിക്കാം. പിന്നെ ഉള്ളത് അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും പെട്ടെന്നുള്ള ശബ്ദമോ പെട്ടെന്നുള്ള എന്തെങ്കിലും വേദനകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാവാം. പിന്നെ നമുക്കൊരു ഉറക്കം തൂങ്ങൽ വരാം. പിന്നെ നമുക്ക് ഡൗട്ട് വരാം ഇതിനെപ്പറ്റി, ഇതെന്താണ്, ഇതിങ്ങനെയാണോ, ഇതെന്താ ചെയ്യുന്നത്, ഇതുകൊണ്ട് എന്താ ഇതെന്തുകൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാവാൻ പോകുന്നത്, ഇതാണോ ബുദ്ധിസം, അല്ല ഇതാണോ ബുദ്ധം പഠിപ്പിച്ചത്, ഇതിനകത്ത് എന്താ ഇതിന് മാത്രം ഉള്ളത്, നമുക്ക് ശ്വാസം നേരത്തെ പണ്ട് തൊട്ടേ ഉള്ളതാണല്ലോ, ഇപ്പൊ ഈ ശ്വാസത്തെ ശ്രദ്ധിച്ചിട്ട് എന്ത് കിട്ടാനാണ്, ഇതിനൊക്കെയുള്ള കുറെ ചിന്തകളൊക്കെ നമുക്ക് വരാം. അപ്പൊ ആ ചിന്തകളും എല്ലാം നമ്മളെ നമ്മുടെ ഈ ഫോക്കസിൽ നിന്ന് ഒബ്സർവേഷനിൽ നിന്നും മാറ്റിക്കൊണ്ടു പോകും. അപ്പം ഇതെല്ലാം നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനമാണ്. ആ കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങളൊന്ന് കുറച്ചാൽ മാത്രമേ നമുക്ക് സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങാൻ നമ്മുടെ ശരീരത്തിന്റെ സെൻസേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. വന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്, ഒത്തിരി നന്ദി. എല്ലാവരും ഒരാഴ്ച ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ആഴ്ച ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പം ഓരോ ഘട്ടത്തിലും ഉള്ളത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഉള്ളിൽ ആ പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ. മനസ്സിന്റെ ഹാബിറ്റിനെയാണ് നമ്മൾ മാറ്റി കൊണ്ടുവരുന്നത്. അപ്പൊ മനസ്സിന്റെ ഹാബിറ്റിനെ നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ പുതിയ ഹാബിറ്റുകൾ നമ്മൾ ചെയ്ത് വരണം. അങ്ങനെ പുതിയ ഹാബിറ്റുകൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ മാത്രമാണ് മനസ്സ് അതിനനുസരിച്ച് മാറി വരിക. അപ്പൊ അത് നമ്മൾ ഒരാഴ്ചത്തോളെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ വ്യത്യാസം, മനസ്സിനകത്ത് ആ വ്യത്യാസം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ഇന്നെടുത്ത ആ ഒരു മെഡിറ്റേഷന്റെ രീതിയിലേക്ക് എത്തുക. അടുത്ത ആഴ്ചയും കൂടെ ഒന്നുകൂടെ ചെയ്യുക. അല്ലെങ്കിൽ ഈ ആഴ്ച പുതിയതായിട്ട് വന്നവരാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ മെഡിറ്റേഷൻ ഒന്നുകൂടെ ചെയ്യുക, എന്നിട്ട് ഇതും കൂടെ ചെയ്യുക. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമുക്ക് പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷനാണ്. ഒബ്സർവേഷനിലാണ് നമുക്ക് ശരിയായ നമ്മുടെ ആ ഉൾക്കാഴ്ച, അറിവ് കിട്ടുക. അതിനകത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഈ ദുഃഖത്തിന്റെ കാരണം, അതിന്റെ പരിഹാരം കിടക്കുന്നത് അവിടെയാണ്. അപ്പൊ അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. അപ്പൊ എല്ലാവരും ഈ ഒരു പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ ഇതിനെപ്പറ്റി മറ്റുള്ള ആൾക്കാർക്കും ഇതിനെപ്പറ്റി പറയുക, അവരോട് സംസാരിക്കുക. ഇതിന്റെ ലിങ്കുകൾ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഇടുന്നതാണ്. ആ യൂട്യൂബ് ലിങ്ക് എല്ലാവർക്കും അയച്ചും കൊടുക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ വന്നിരുന്ന എല്ലാവർക്കും ജയ് ഭീം, നമോ ബുദ്ധായ, നന്ദി.